നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വീൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ഇപ്പോൾ പേര് പോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചും. കണ്ടു കഴിഞ്ഞാൽ ഒരു ചക്രത്തിൻ്റെ ഷേപ്പാണ്. പിന്നെ വീൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് രണ്ട് മെത്തേഡുണ്ട്, ഇൻസൈഡ് മെത്തേഡും ഔട്ട്സൈഡ് മെത്തേഡും. രണ്ട് മെത്തേഡും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഈ മെത്തേഡ് ചെയ്യാൻ നമുക്ക് സർക്കിളാണ് ഡ്രോ ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് സർക്കിൾ ഡ്രോ ചെയ്ത് കൊടുക്കണം, ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും. നിങ്ങളുടെ കയ്യിൽ ഡ്രോ സർക്കിൾ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രോ സർക്കിൾ യൂസ് ചെയ്യാം. ഇതിൽ എല്ലാ സൈസിലുള്ള സർക്കിൾസും ഉണ്ട്. നമുക്കപ്പോൾ ഏത് സൈസാണോ വേണ്ടുന്നത് ആ ഒരു സൈസ് ചെറുതും വലുതും എല്ലാം നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇത് ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഡ്രോ സർക്കിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പസോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ ഒക്കെ ഉപയോഗിച്ച് സർക്കിൾ ഡ്രോ ചെയ്താൽ മതി. ഇതുപോലെ ഒരു വലിയ സർക്കിളും അതിനുള്ളിലായിട്ട് ഒരു ചെറിയ സർക്കിളും ഡ്രോ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഔട്ടർ വീൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ വീൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഔട്ട്സൈഡ് സർക്കിളിൽ നിന്നാണ്. അതായത് ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ ആ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരത്തില്ലേ, ആ ഒരു ലൈൻ വരുന്നത് ഔട്ട്സൈഡിലെ സർക്കിളിലാണ്. ബിഗിനേഴ്സ് വേണമെങ്കിൽ ഇതുപോലെ 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം എന്നില്ല, കാരണം സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ അതേ പോയിന്റിൽ തന്നെയല്ലേ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ ഡയറക്റ്റ് നമുക്ക് മുകളിൽ സ്റ്റിച്ച് ചെയ്യാം. അകത്തെ സർക്കിളിലേക്ക് ഒരു ലോങ് ചെയിൻ കൊടുക്കുക. ലോങ് ചെയിൻ കൊടുത്തതിന് ശേഷം ആ ഒരു നീഡിലിനെ റിവേഴ്സ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം സൈഡിലേക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് എടുക്കാതെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും മുകളിലേക്ക് ഒരു ലോങ് ചെയിൻ, നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും സൈഡിലേക്ക് ഹൊറിസോണ്ടൽ ചെയിൻ, വീണ്ടും ഉള്ളിലെ സർക്കിളിൽ ഒരു ലോങ് ചെയിൻ, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച്. ഇവിടെ ഔട്ടർ സർക്കിളിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഉള്ളിലെ സർക്കിളിൽ നമ്മൾ അടുപ്പിച്ചാണ് ആ ഒരു ലോങ് ചെയിൻ എടുക്കുന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ സർക്കിൾ ചെയ്ത് കാണിച്ചിരുന്നു. പക്ഷേ അന്ന് നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്തപ്പോൾ ഉള്ളിലെ സർക്കിൾ ഇതുപോലെ ചെറുതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലോങ് ചെയിൻ എല്ലാം അടുപ്പിച്ചായിരുന്നില്ല വന്നിരുന്നത്. ഇവിടെ ആ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ കർവ് ഷേപ്പ് ആയതുകൊണ്ട് ഔട്ടർ സർക്കിൾ നമ്മളെപ്പോഴും അടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരുപാട് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്യല്ല. അത് നമ്മൾ ബട്ടൺ ഹോൾ പഠിച്ച സമയത്ത് അത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് വരുന്നുണ്ട്, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താലും മതി. ഔട്ടർ സർക്കിളിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബട്ടൺ ഹോൾ സ്റ്റിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടുതലും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ ഫ്ലവേഴ്സും ലീഫൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഫ്ലവേഴ്സ് ഈ ഒരു 2 മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റിൽ ഒരു ഫ്ലവർ ഞാൻ ഈ 2 മെത്തേഡിലും ചെയ്ത് കാണിക്കുകയും കൂടെ ചെയ്യാം. നമുക്ക് ഇതുപോലെ ആ പേരിൽ പറയുന്ന പോലെ ഒരു വീൽ ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിലെ സർക്കിളിൽ നമുക്ക് ഓരോ ചെയിനും അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെങ്കിലേ പറ്റൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു വീൽ ഷേപ്പ് ആയില്ലേ. അതുപോലെ ആ ഒരു ഹോറിസോണ്ടൽ എടുക്കുന്ന ചെയിനും ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കർവ് അതേ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എൻഡ് നോട്ട് ഇടുന്നതാണ്. ലാസ്റ്റിൽ ആ ഒരു ലോങ് ചെയിൻ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഒരു ഗ്യാപ്പ് ഹോറിസോണ്ടൽ ചെയിൻ കൊണ്ട് ഫില്ല് ചെയ്ത് അവിടെ തന്നെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് എൻഡ് നോട്ടും വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഔട്ടർ വീൽ സ്റ്റിച്ച്. ഈസി അല്ലേ ചെയ്യാൻ. ഇനി ഈ സെൻറ്റർ പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇന്നർ വീൽ സ്റ്റിച്ച് ചെയ്യാം. ഇന്നർ വീൽ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഇതുപോലെ തന്നെ 2 സർക്കിളാണ് ഡ്രോ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയും നമുക്ക് 4 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 സൈഡ് മാർക്ക് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഔട്ടർ വീൽ സ്റ്റിച്ചിൽ നമ്മൾ പുറത്തെ സർക്കിളിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്നർ വീൽ സ്റ്റിച്ചിൽ നമ്മൾ അകത്തെ സർക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീഡിൽ കുത്തി ത്രെഡ് മുകളിലെടുക്കാം.
ഇവിടെയും ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആ ഒരു പുറത്തെ സർക്കിളിലേക്ക് ഒരു ലോങ് ചെയിൻ എടുക്കാം. ലോങ് ചെയിൻ എടുത്ത് നമുക്ക് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോയി അകത്ത് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ അകത്തെ സർക്കിൾ ചെറുതായതുകൊണ്ട് നമുക്കവിടെ ഹോറിസോണ്ടൽ ചെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ഔട്ട് സൈഡിലെ സർക്കിളിലേക്ക് ലോങ് ചെയിൻ എടുത്താൽ മതി. പുറത്തെ സർക്കിളിൽ ലോങ് ചെയിൻ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം എടുക്കാൻ. ഔട്ടർ സർക്കിളിൽ ചെയ്ത പോലെ ലോങ് ചെയിൻ അടുപ്പിച്ചല്ല എടുക്കേണ്ടത്. ഇവിടെ ഗ്യാപ്പിൽ ലോങ് ചെയിൻ എടുക്കുക, വീണ്ടും റിവേഴ്സ് കൊണ്ടുപോയി ഇന്നർ സർക്കിളിൽ ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും നമ്മൾ ഔട്ടർ സർക്കിളിലേക്ക് ലോങ് ചെയിൻ, വീണ്ടും ഇന്നർ സർക്കിളിൽ ലോക്ക് സ്റ്റിച്ച്. ഇതുപോലാണ് നമ്മൾ ഈ ഒരു ഇന്നർ വീൽ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ഇന്നർ സർക്കിൾ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാത്തത്. ഇൻ കേസ് ഇന്നർ സർക്കിൾ കുറച്ചുകൂടി വലുതാണ്, നമ്മൾ ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് ഫില്ലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാം. ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് അവിടെ ഉള്ളിലെ സർക്കിളിൽ കൊടുക്കാം. ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു ലോങ് ചെയിൻ എടുക്കുന്നത്. ഇന്നർ വീലിൽ ആ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ചെയിൻ കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ അകത്തെ സർക്കിൾ ഫില്ലാവുന്നുണ്ട്. ഇനി സർക്കിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ഗ്യാപ്പ് ഫില്ലാവുന്നതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രോ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ഔട്ടർ സർക്കിളിൽ ഇതുപോലെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിങ്ങിലേക്ക് ലോങ് ചെയിൻ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സും ലീഫും ഒക്കെ നമുക്ക് ഈ ഒരു 2 മെത്തേഡിലും ഫില്ല് ചെയ്തെടുക്കാം. 2 മെത്തേഡ് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു ഇന്നർ വീൽ സ്റ്റിച്ചില്ലേ, ഈ മെത്തേഡിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ബോർഡറായിട്ടും കൂടി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഔട്ടർ സൈഡ് ഓപ്പൺ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ബോർഡറായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെയും എൻഡ് നോട്ട് കൊടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഔട്ടർ വീൽ സ്റ്റിച്ചിൽ പുറത്തായിരുന്നു എൻഡ് നോട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇന്നർ വീൽ സ്റ്റിച്ചിൽ നമുക്ക് അകത്തായിട്ടാണ് എൻഡ് നോട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് നമുക്ക് സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ച ഇന്നർ വീൽ സ്റ്റിച്ചിലും ഔട്ടർ വീൽ സ്റ്റിച്ചിലും നമ്മൾ ഈക്വലായിട്ടല്ലേ ആ ഒരു ലോങ് ചെയിൻ എടുത്തത്. പക്ഷേ നമ്മൾ ഇതൊരു ബുട്ടാസായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഈക്വലായിട്ട് ലോങ് ചെയിൻ എടുക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് കൂടി ഞാനിവിടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സർക്കിൾ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുട്ടാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സർക്കിൾ എടുത്ത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സർക്കിൾ ഒന്ന് ഇറേസ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു മാർക്കിങ് മാത്രം കണ്ടാൽ മതി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇറേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ അതങ്ങ് ഇറേസ് ചെയ്തത്. ബുട്ടാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നർ വീൽ സ്റ്റിച്ച് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മെത്തേഡ് കാണിച്ചില്ലേ, സെയിം അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ലോങ് ചെയിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡ്രോ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ലല്ലോ. ലോങ് ചെയിൻ്റെ ലെന്ത് കൂടിയും കുറഞ്ഞുമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രോ ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രോ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു സണ്ണിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കും. പിന്നെ ഇവിടെ എൻഡ് നോട്ട് ഇടേണ്ടത് നമ്മൾ ഉള്ളിലായിട്ടാണ്. ഈ ഒരു ലോങ് ചെയിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഒക്കെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനുള്ളിലായിട്ട് നമുക്ക് ഒരു വീല് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഒരു ലെയർ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഓരോ ലോങ് ചെയിനില്ലേ, അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ തന്നെ ലെന്ത് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഒരു ലെയർ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കോൺട്രാസ്റ്റ് ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യും. ഇവിടെയും സെൻറ്ററിൽ തന്നെ നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെയും സെൻറ്ററിൽ ഞാനൊരു സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ബുട്ടാസൊക്കെ നമുക്ക് കുർത്തിയിൽ ഓൾ ഓവർ ഫ്രണ്ട് കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് ബീഡ്സൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഈ ഒരു മെത്തേഡിൽ ഒരു ഫ്ലവർ കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫ്ലവർ എപ്പോഴും നിങ്ങൾ ഡ്രോ ചെയ്യുമ്പം ഇതുപോലൊരു സർക്കിൾ ഡ്രോ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആദ്യം ഈ ഒരു ഫസ്റ്റ് മെത്തേഡിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അതായത് ഔട്ടർ വീൽ സ്റ്റിച്ച് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഓരോ പെറ്റലും ജോയിൻ്റ് ആവുന്ന സ്ഥലമില്ലേ, ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് ത്രെഡ് മുകളിലെടുക്കാം. ഇനി
ആ ഇന്നർ സർക്കിളായിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ അകത്തെ സർക്കിളില്ലേ അതിലാണ് നമ്മൾ എടുക്കുന്നത്. ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ആ ഒരു പെറ്റലിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഈ പെറ്റൽസിലാണ് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് പെറ്റൽസിന് എത്ര ഗ്യാപ്പ് വേണോ ആ ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ആ ഒരു കർവ് അനുസരിച്ചാണ് നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളിലെ ആ ഒരു ലോങ് ചെയിൻ അടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഔട്ടർ വീൽ സ്റ്റിച്ചിൽ നമ്മൾ ഇതുപോലെ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഔട്ട്ലൈൻ അവിടെ ഫില്ലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നമുക്ക് ത്രെഡിൽ ഔട്ട്ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ എൻഡ് നോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലവർ ഫുള്ള് ഒരേ സ്റ്റിച്ചിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ എൻഡ് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഞാനിവിടെ അടുത്ത മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തത്. അടുത്ത പെറ്റിൽ ഞാൻ ഇന്നർ വീൽ സ്റ്റിച്ച് മെത്തേഡിൽ ചെയ്യാണ്. അപ്പോൾ ആ ഒരു പെറ്റിൽ ജോയിൻ്റ് ആവുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ലോക്ക് സ്റ്റിച്ച് ഫ്ലവറിൻ്റെ ഉൾവശത്തും അതുപോലെ ആ ഒരു ലോങ് ചെയിൻ ഫ്ലവറിൻ്റെ പെറ്റലിലുമാണ് കൊടുക്കുന്നത്. നമ്മൾ ബുട്ടാസ് ചെയ്ത പോലെ ഇവിടെ ആ ഒരു ലോങ് ചെയിൻ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിനനുസരിച്ച് നീളം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. പിന്നെ ഇവിടെ ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽ ഓപ്പൺ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തെങ്കിലേ പറ്റൂ. ഒന്നുകിൽ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുത്താലും നല്ലതായിരിക്കും. എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് എൻഡ് നോട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ ഇതേ ത്രെഡ് തന്നെയാണ് ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻഡ് നോട്ട് കൊടുക്കാതെ ഫുള്ളായിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യണം. ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് എൻഡ് ചെയ്യുന്നിടത്ത് മാത്രം എൻഡ് നോട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വീൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ 2 മെത്തേഡും സർക്കിൾ ഷേപ്പിൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മളൊരു ബുട്ട ഡിസൈൻ കാണിച്ചില്ലേ ഓൾ ഓവർ ചെയ്യാനായിട്ട്, ആ ഒരു ഡിസൈൻ പ്രാക്ടീസ് ചെയ്യണം. ഇനി ആ ഒരു ഫ്ലവർ ഡിസൈൻ കൂടി പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചപ്പം ഒരു ഫ്ലവറിൽ തന്നെയാണ് രണ്ടും കാണിച്ചത്. അപ്പം നിങ്ങളെ അങ്ങനെയല്ല, 2 ഫ്ലവർ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഫ്ലവർ ഔട്ടർ വീലിലും ചെയ്യണം, ഒരു ഫ്ലവർ ഇന്നർ വീലിലും ചെയ്യണം. പിന്നെ ഫ്ലവർ ചെയ്യുമ്പം ഒരു പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് ഫ്ലവർ ചെയ്ത് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത പെറ്റലിൽ തന്നെ വന്ന് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇന്നർ വീൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരു പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പെറ്റലിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻ കേസ് ഔട്ട്ലൈൻ കൊടുക്കുന്നത് സെയിം ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ എൻഡ് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അവിടെ നിന്ന് അങ്ങ് ഔട്ട്ലൈൻ ഫുള്ള് കൊടുത്തിട്ട് ഫുള്ള് ഫ്ലവർ കവർ ചെയ്ത് ഔട്ട്ലൈൻ ആയി കഴിയുമ്പം ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ എൻഡ് നോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്